അപ്പോൾ ബുർഖ സ്വിറ്റ്സർലാൻഡിൽ നിരോധിച്ചു. ഇന്ത്യയിലും ബുർഖ നിരോധിക്കണമെന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ മുറവിളികൾ ഉയരുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നല്ല വസ്ത്രമായ ഈ ബുർഖ എന്തിനു നിരോധിക്കണം? അതിൻ്റെ ഗുണഗണങ്ങൾ നിങ്ങൾക്കൊന്നും മനസ്സിലാകുകയില്ലാത്തേ ചേട്ടാ. ഇത്രയും നല്ല വസ്ത്രം ഉണ്ടായിട്ട് അത് നിരോധിക്കണം എന്ന് പറയുന്നത് അത് മോശമല്ലേ? ഇതിൻ്റെ ഗുണഗണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കും, അയ്യോ ബുർഖ നിരോധിക്കരുതേ എന്ന് നിങ്ങൾ പറയും, അല്ല ഞാൻ പറയിപ്പിച്ചിരിക്കും. ആദ്യം അറിയാത്തവർക്കായി ഈ ബുർഖ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഈ കാണുന്നതാണ് ബുർഖ. അയ്യോ ഞാൻ പറയുന്ന പേരും എല്ലാം മാറിപ്പോയെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്ന ബുർഖ ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബുർഖ എന്ന് പറഞ്ഞ സാധനം എന്തിനു നിരോധിക്കണം? ഈ നിരോധിക്കണം എന്നും പറഞ്ഞ് ഈ ഒച്ചപ്പാടുണ്ടാക്കുമ്പോഴാണല്ലോ ഈ കുഴപ്പം. എന്ത് ചെയ്യേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എല്ലാവരും ഉപയോഗിക്കുന്ന പാക്ക, നിജാൻ പാക്ക, അങ്ങനെ കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഈ സാധനം അങ്ങ് ഉപയോഗിച്ചേക്കണം. ജാതി വർണ്ണ ഭേദമന്യേ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ സാധനം ഉപയോഗിക്കണം. എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങി ഇങ്ങനെ നടന്നേക്കണം. ആരും തിരിച്ചറിയണ്ടെന്നേ. എങ്ങനെയുണ്ട് ഐഡിയ? അപ്പോൾ ഇങ്ങനെ എല്ലാവരും, അതായത് മുസ്ലിങ്ങൾക്ക് മാത്രം ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് നിയമമൊന്നുമില്ലല്ലോ. ഇനി അകത്ത് പോകുന്നവൻ ആണാണോ പെണ്ണാണോ എന്ന് പോലും മനസ്സിലാകത്തില്ല. പിന്നെ എങ്ങനെ മുസ്ലിം ആണോ ഹിന്ദു ആണോ എന്ന് മനസ്സിലാക്കുന്നേ? അപ്പോൾ ചെയ്യേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, സകല ആൾക്കാരും ഇതങ്ങ് ഇട്ടേക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി പോകുമ്പോഴത്തേക്കുള്ള ഗുണങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും പറ്റും അറിയാം. അപ്പോൾ അത് അങ്ങോട്ട് ഉപയോഗിക്കാം. നിങ്ങളുടെ മുന്നിൽ ഇത്രയും നല്ല അവസരങ്ങളുടെ വാതായനം തുറന്നിടുമ്പോഴത്തേക്കും എന്തിനത് വേണ്ടെന്ന് നോക്കണം? ഉള്ളിൽ കയറി അങ്ങ് നടന്നേക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവരുടെ ഉള്ളിലൊരു ചെകുത്താനുണ്ടല്ലോ. അയ്യോ എല്ലാവരുടെ എന്ന് പറയുന്നില്ല, അയ്യോ ഞാൻ നിഷ്കളങ്കനാണേ, എനിക്കങ്ങനെയൊന്നുമില്ല എന്നും പറഞ്ഞ് കമൻറ്റുകൾ വരാൻ തുടങ്ങും. എന്നാൽ നിങ്ങളെ ഒഴിവാക്കി ഞാനൊക്കെയാ ചെകുത്താന്മാർ. ഓക്കെ, അപ്പം ഒട്ടുമിക്ക ആളുകളുടെ ഉള്ളിൽ ഈ ചെകുത്താൻ ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ. അപ്പം നമ്മളൊരു സമൂഹ ജീവി ആയതുകൊണ്ട് ഇത് പലരും ഉള്ളിലൊതുക്കിയാണ് ജീവിക്കുന്നത്. അത് ഈ ചങ്ങല പൊട്ടിച്ചെറിയാനായിട്ടൊന്നും ആർക്കും താല്പര്യമില്ലാഞ്ഞിട്ടൊന്നും അല്ല. നാട്ടുകാരെന്ത് വിചാരിക്കുമെന്നൊക്കെ ഓർത്താണ് പലരും ഈ അടങ്ങിയിരിക്കുന്നത്. പിന്നെ നിയമവ്യവസ്ഥയെ പേടിയുള്ളത് കൊണ്ടുമാണ് അടങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ മനുഷ്യനൊക്കെ അവസരം കിട്ടിയ ഉമ്മാർ കാണിക്കുവരാത്ത പരിപാടി വല്ലതും ഉണ്ടോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു വസ്ത്രം ഉണ്ടെങ്കിൽ സ്വന്തം അച്ഛനും അമ്മയ്ക്കും പോലും തിരിച്ചറിയാൻ നോക്കുകയില്ല. അപ്പോൾ വീട്ടിലെ കാര്യം തന്നെ നോക്കിയേ. അച്ഛനും അമ്മയും വീട്ടിൽ ഹാളിൽ ഇരുന്ന് TV കാണുക. അവർക്കൊരു മകനോ മകളോ ഉണ്ട്. ഈ സാധനം ഇട്ടുകൊണ്ട് കയറി വരുമ്പോഴത്തേക്ക് ആരാതാ? അച്ഛൻ ഞാൻ, അമ്മ ഞാൻ. മക്കളാണോ? എന്നാൽ കയറിപ്പോക്കോ. എങ്ങനെ ഇരിക്കുന്നു? കയറിപ്പോകുന്നവർ ആരാന്ന് പോലും അവർക്ക് പോലും മനസ്സിലാകത്തില്ല. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ മുഖം മൂടി വന്നാലും നമ്മളെ തിരിച്ചറിയുന്ന ഒരേ ഒരു ജീവി പട്ടി മാത്രമായിരിക്കും. മനുഷ്യനൊന്നും ഒരു മാങ്ങായും മനസ്സിലാകാൻ പോകുന്നില്ല. അടിച്ച് പൊളിക്കട വച്ച അങ്ങോട്ട്. ഇത്രയും നാൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ലേ? ഈ ബുർഖ എന്ന് പറഞ്ഞ ഈ വസ്ത്രത്തിനകത്ത് കയറി കഴിഞ്ഞാൽ അവർക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നല്ല നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കി. ഇത്രയും സ്വതന്ത്രമായിട്ട് വിഹരിക്കാൻ പറ്റുന്ന ഒരു വസ്ത്രം ഈ ലോകത്ത് എവിടെയുള്ളത്? നമ്മളെ സാധാരണ നോർമൽ ഡ്രസ്സ്, നമ്മൾ മുഖമൊക്കെ കാണിച്ച് ഉള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമ്മൾ പോവുക. നമ്മൾ ഇനി അമേരിക്കയിൽ ചെന്നെന്ന് പറയാൻ നമ്മളെ തിരിച്ചറിയുന്ന ആരെങ്കിലും കാണുമല്ലേ? ഈ സാധനമാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയേ. ഇത്രയും അവസരം കിടന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും നാൾ നിങ്ങളൊന്നും ഇത് ഉപയോഗിക്കുന്നില്ല? അതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ പറന്ന് നടക്കൂ മനുഷ്യന്മാരെ, പറന്ന് നടക്കൂ. ഇങ്ങനെ വെള്ളാട്ടപ്പൊക്കര് പോകുന്ന പോലെ, വെള്ളാട്ടപ്പൊക്കരല്ല, കർത്താടപ്പൊക്കര് നടക്കുന്ന പോലെ ഇങ്ങനെ പറന്ന് നടക്കൂ. ആനന്ദിക്കൂ, ലൈഫ് എൻജോയ് ചെയ്യൂ. വാവ്, നിങ്ങൾക്ക് അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. 2 ബാറ് കയറി അടിക്കണം, പോലീസുകാർ പിടിക്കാൻ പാടില്ല, അവിടെ നിങ്ങൾക്കിത് ഉപയോഗിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങൾ വാഹനം ഓടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോലീസുകാരൻ തടഞ്ഞു നിർത്താൻ ധൈര്യപ്പെടുമോ? ഒരിക്കലുമില്ല. ഇനി എനിക്കറിയത്തില്ല കേട്ടോ, ഇങ്ങനെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ആരെങ്കിലുമൊക്കെ സ്കൂട്ടർ ഓടിക്കുന്നുണ്ടോ? ഇനി അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോവാം, ബൈക്ക് ഉപയോഗിക്കരുത്. ബൈക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെറിയ സംശയങ്ങളൊക്കെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്കൂട്ടർ ഉപയോഗിക്കാം. അല്ലെങ്കിൽ സ്കൂട്ടർ ഉപയോഗിക്കുന്നില്ല, അവരെ അങ്ങനെ സാധാരണഗതിയിൽ അവരെ സ്കൂട്ടർ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ. അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂട്ടറിൻ്റെ പുറകിലിരിക്കണം. അപ്പോൾ ഓടിക്കുന്നയാൾ വേറെ ഏതെങ്കിലും ഡ്രസ്സ് ഇട്ടാക്കണം. അത് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പോകണം. അപ്പം പുറകിൽ ഇങ്ങനെ ഈ ബുർഖ ഇട്ട ഒരു സ്ത്രീ ഇരിക്കുമ്പോഴത്തേക്കും ഇവരൊരു കാരണവശാലും തടഞ്ഞു നിർത്തത്തില്ല, അവർ ചെക്കിങ് ചെയ്യത്തില്ല, മുഖം പൊക്കി കാണിക്കാൻ പറയത്തില്ല. അതിനുള്ള ധൈര്യമൊന്നും പോലീസുകാർക്കൊന്നും ഇവിടെയില്ല. മനസ്സിലായോ? അതും ഒരു ഐഡിയയാണ്. ഞാൻ ഇത്രയും നേരം ഇങ്ങനെ സംസാരിച്ചത്, അതായത് ഒരു സർക്കാസം രീതിയിലാണ് സംസാരിച്ചത്. ഇങ്ങനെ സംസാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ സംസാരിച്ചാലുള്ളൂ കുറച്ച് ആളുകളെങ്കിലും കേട്ടിരിക്കത്തുള്ളൂ. അല്ലാതെ കണ്ട് അവൻ വലിയ സീരിയസ് ആയിട്ട് ബുർഖ നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ പലരും ഇത് കേൾക്കത്തില്ല. ആദ്യം തന്നെ സ്കിപ്പടിച്ച് പോകും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം തന്നെ കുറച്ച് പേര് സ്കിപ്പടിച്ച് കാണുമായിരിക്കും. എന്നാലും അതിന് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളുണ്ട്. അവർ നോക്കുമ്പോഴത്തേക്ക് അവർ പുറമേ നോക്കുമ്പം അത് അവരുടെ വസ്ത്രധാരണ രീതിയല്ലേ, അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യമല്ലേ, അവരതങ്ങനെ അങ്ങ് പോയാൽ എന്താ കുഴപ്പം, ഇതൊന്നും നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല, അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് ചിന്തിക്കും. പക്ഷേ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, ലോകത്തുള്ള സകല ആളുകളും ഇങ്ങനെ ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഇത് മനുഷ്യനെ തിരിച്ചറിയണ്ടേ? മുഖമാണല്ലോ ഒരാളുടെ ഐഡൻറ്റിറ്റി. അല്ലാതെ മൊത്തം മൂടി പൊതഞ്ഞുകൊണ്ട് ഈ ലോകത്തുള്ള ആളുകൾ മൊത്തം നടന്നു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും ഒന്ന് ചിന്തിച്ചു നോക്കി. ഈ പോലീസുകാർ തന്നെ എങ്ങനെ നിയമം നടപ്പിലാക്കും? അതായത് ഒരു കള്ളനോ കൊലപാതകയോ വാണ്ടഡ് എന്ന് പറഞ്ഞ് നമ്മൾ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് വെക്കാറുണ്ടല്ലോ, ഇന്നയാളെ തിരിച്ചറിയുന്നു, ഇയാളെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക എന്നൊക്കെ പറഞ്ഞ്. ഇവരെല്ലാവരും ഇങ്ങനെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെ കണ്ടുപിടിക്കും? അതൊക്കെയാണ് എൻ്റെ ചോദ്യം. അപ്പോൾ അങ്ങനെ വരുമ്പം ഇത് മുള്ളിനെ മുള്ളാലെടുക്കുക എന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് നിരോധിക്കാനായിട്ട് ഒന്നും ഇവിടെ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും അങ്ങ് ഇട്ടേക്കണമെന്നേ. നമ്മുടെ ചെവിക്കകത്ത് വെള്ളം പോയി കഴിയുമ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നേ? കുറച്ചും കൂടെ വെള്ളം അങ്ങോട്ട് ഒഴിക്കും. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ചരിച്ച് പിടിക്കുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ പുറത്തോട്ട് വരും. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞത് എല്ലാ മുസ്ലിംസിനും ഉദ്ദേശമൊന്നുമല്ല. എനിക്ക് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. അത് കേട്ട് കഴിഞ്ഞ് തോന്നും, അവൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എനിക്ക് മുസ്ലിം സുഹൃത്തുക്കളുണ്ടെന്ന് പറയുവാണെന്നേ. അങ്ങനെയൊന്നുമല്ല, വേണം വിശ്വസിച്ചാൽ മതി. ഇപ്പം ഞാൻ പെരുന്നാളിനൊക്കെ അവരുടെ വീട്ടിലും പോയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയുള്ള സാഹചര്യമൊന്നും ഞാൻ അവിടെയൊന്നും കണ്ടിട്ടില്ല. അതേസമയമാണ് അതുപോലെ തീവ്ര സ്വഭാവമുള്ളവന്മാരെ മാത്രമാണ് ഈ കാട്ടായം മൊത്തം കാണിക്കുന്നത്. ഇവർ പറയുന്നതിൻ്റെ ലോജിക്ക് മനസ്സിലായിട്ടുണ്ടോ? ചിലരുടെ കമൻറ്റുകൾ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് കാണാം. അതായത് ഈ മുട്ടായി ഉണ്ടല്ലോ, നമ്മുടെ സാധാരണ കവറില്ലാത്ത മുട്ടായികൾ, ഈ നാരങ്ങ മുട്ടായി പോലുള്ള സംഭവങ്ങളൊക്കെ, ആ സാധനം എടുത്ത് പുറത്ത് ചുമ്മാ വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പരിക്കും പോലും. അതേസമയം ഇതിനൊരു കവറിട്ട് പൊതിയുവാണെങ്കിൽ ഉറുമ്പരിക്കത്തില്ല. അതാണ് ഇവരുടെ ലോജിക്ക്. അതായത് സ്ത്രീകളെ ഇങ്ങനെ പൊതിഞ്ഞോണ്ട് നടക്കുന്നവർ അവരുടെ ഉള്ളിലെ മനോഭാവം കാഴ്ചപ്പാടും വെച്ചാണല്ലോ അവരാ കാണിക്കുന്നത്. പിടി കിട്ടിയോ? അതായത് പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോഴത്തേക്കും അവന് വികാരം തോന്നാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ മാത്രം കണ്ടാൽ മതി. അതായത് ആണുങ്ങളെല്ലാവരും അങ്ങനെയാണ്, വികാരം തോന്നും. അതായത് അവനവൻ്റെ ഉള്ളിലിരിക്കുന്ന കാഴ്ചപ്പാട് വെച്ചാണ് അയാൾ മറ്റുള്ളവരെയും കാണുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അയാളുടെ കാഴ്ചപ്പാട് വെച്ചാണെങ്കിൽ നമ്മൾ അല്ലാതെ മുഖം കാണിച്ച് നടക്കുന്ന പെണ്ണുങ്ങളെല്ലാം കാണുമ്പോഴത്തേക്കും ഇയാൾക്കും തോന്നുമല്ലേ? ഇയാൾക്ക് തോന്നണമല്ലോ. അതാണല്ലോ അയാളുടെ കാഴ്ചപ്പാട്. അപ്പോൾ അങ്ങനെ ഒരു വികാരം ഇയാൾക്ക് തോന്നാൻ വേണ്ടി നമ്മളും അങ്ങനെ നടക്കേണ്ട കാര്യമുണ്ടോ? അപ്പം നമ്മളും നമ്മളുടെ പെൺകുട്ടികളെ എല്ലാവരെയും മൂടി പുതയ്ക്കുവിൻ. അങ്ങനെ ഒരുത്തന്നെ അവരും കാണണ്ട. അങ്ങനെ വിട്ടാൽ പറ്റുമല്ലോ. മൊത്തം എല്ലാവരും അടുത്ത ദിവസം തൊട്ട് എല്ലാവരും മര്യാദയ്ക്ക് പൊതിഞ്ഞ് കെട്ടി നടന്നണം. ആരും ആരെ ഇവിടെ തിരിച്ചറിയണ്ട. അവസാനമായിട്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഈ സംഭവം ഇവിടെ ഇല്ലാതാകണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെറിയ ബോഡി നമ്പരൊക്കെ പറഞ്ഞെങ്കിൽ മാത്രം മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ കണ്ട് എല്ലാവർക്കും മറ്റും പിടികിട്ടത്തില്ല. അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. അല്ലാതെ നാളെ തൊട്ട് എല്ലാവരും ഇതുപോലെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്നായിരിക്കും ഒന്ന് നോക്കി, വഴിയിലോട്ടൊക്കെ നോക്കുമ്പോൾ എന്നായിരിക്കും അല്ലേ? കണ്ണടിച്ച് കണ്ണടിച്ച് പോകുമല്ലോ. കറുപ്പായതൊന്ന് കണ്ണടിച്ച് പോകുമല്ലോ. വെള്ളയാണെങ്കിലോ കണ്ണടിച്ച് പോകത്തുള്ളൂ. എന്നാ കോമഡി ആയിരിക്കും അല്ലേ? ഒന്ന് അർത്ഥം നോക്കിയേ. മനുഷ്യന്മാരെല്ലാം ഇങ്ങനെ പൊതഞ്ഞു പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ അമ്മോ, എല്ലാരും ആരാ? അയ്യോ, ഒരു പേ പിടിച്ച